അഥവാ LDF ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ശതമാനം ക്രെഡിറ്റും, ഞാൻ 100% പറയും, ഇനി ഇതൊന്നുമില്ലെങ്കിലും 60%-ത്തിലേറെ ക്രെഡിറ്റ് അത് സഖാവ് സ്വരാജിന് ഉള്ളതാണ്. സഖാവ് സ്വരാജ് പ്രചരണ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ റൗണ്ടിൽ പൊട്ടിച്ച വെടി UDF താങ്ങാവുന്നതായിരുന്നില്ല എന്നതാണ് പച്ചയായ പരമാർത്ഥം. വഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊന്നും എടുക്കില്ല മോഷ്ടാക്കൾ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ നിന്നും മോഷണം നടത്തില്ല. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ശവം തൂക്കെന്നാണ്. അവരുടെ കൊടുഭാഷയിൽ ശവം തൂക്ക് എന്നാണ് പറയുന്നത്. ശവം തൂക്കിന്റെ പ്രത്യേകത, ശവം തൂക്കാണ് എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവിനോട് മറ്റു മോഷ്ടാക്കൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. മോഷ്ടാക്കൾക്കിടയിൽ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു നീചനാണ് ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക എന്നാണ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. LDF തുടർഭരണം കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ നമുക്ക് മെയ് 4-നാണ് വോട്ടെണ്ണി ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേ ഏകദേശം ചിത്രം വരുള്ളൂ. 3.0 ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ചരിത്ര നിമിഷമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അതിനൊന്നും ഒരു സാധ്യതയില്ല എന്നാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ കാണുന്നത്. കാരണം സോഷ്യൽ മീഡിയ മിക്കവാറും UDF അനുയായികളും കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF 100-ൽ പരം സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് 10 കൊല്ലത്തിന് ശേഷം തിരിച്ചു വരാൻ പോകുന്നു എന്നൊരു പ്രതീതി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. റാഷിദിനെ പോലെയുള്ള ഈ പ്രവചന വിദഗ്ധന്മാർ ഏതാണ്ട് 91 തൊട്ടിട്ട് 102 സീറ്റൊക്കെയാണ് UDF പ്രവചിച്ചിരിക്കുന്നത്. വേറെ 1-2 പ്രവചന വിദഗ്ധരും മിക്കവാറും UDF തന്നെയായിരിക്കും ഭൂരിപക്ഷം സീറ്റിലും 85-ൽ പരം സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ആരും തന്നെ LDF ഈ അധികാരത്തിലേക്ക് 3.0 പിണറായി വരും എന്നുള്ള ഒരു പ്രവചനം ഇതുവരെ നടത്തിയതായി കണ്ടില്ല. പ്രീപോൾ സർവേകളിലൊക്കെ LDF മുൻതൂക്കം എന്ന് പറഞ്ഞപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ ചിത്രമാകെ മാറിയിരിക്കുന്നതായിട്ട് കാണാം. എന്താണ് ഈ അത്ഭുതം നടന്നതെന്ന് അറിയില്ല. പെർസെൻറ്റേജ് 78 പോയിന്റിലേക്ക് കുതിച്ചുയർന്നത് ഈ ജനം മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് എരച്ചു കയറി പിണറായിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണെന്നൊക്കെയാണ് ഈ പ്രവചന വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. ഇവര് എന്തിൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്നതെന്ന് അറിയുന്നില്ല. പല മണ്ഡലങ്ങളും ഏതാണ്ട് 10-40 മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരുടെ അത്രയും എണ്ണം വോട്ട് ചെയ്തിട്ടില്ല എന്ന് ചില രേഖകൾ പറയുന്നു എന്നാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നതായിട്ട് നമുക്കറിയില്ല. പോളിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ട് ഏത് മുന്നണിക്ക് അധികാരം കിട്ടുമെന്നൊന്നും പ്രവചിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കേരളത്തിൻ്റെ ഈ അടുത്ത കാലത്തെ ചരിത്രം. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് പോളിംഗ് നടന്ന പല കാലഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ട്. അത് പല കാലഘട്ടങ്ങളിലും UDF അനുകൂലമായിട്ടുണ്ട് എന്നൊക്കെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഈ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് പ്രവചനം നടത്തുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ജനമനസ്സുകൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും. അത് മെയ് 4 വരെ നമ്മൾക്ക് കാത്തിരിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. റാഷിദ് എന്ന വിദഗ്ധൻ ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ ശരിയായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവചനങ്ങളും എല്ലാ കാലത്തും ശരിയായിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. ഇതൊന്നും വലിയ സയൻസ് ഒന്നുമല്ലല്ലോ. അദ്ദേഹം ഏതെങ്കിലും സാമ്പിൾ സർവേ നടത്തിക്കൊണ്ട് പറഞ്ഞതാണെന്ന് അറിയില്ല. ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലമൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം LDF 96-ൽ പരം വോട്ടുകൾ പ്രവചിച്ചിരുന്നു. അത് ശരിയായി എന്നുള്ള ഒരു പഴയ ഹിസ്റ്ററിയാണ് അതിനടിസ്ഥാനപരമായി പറയുന്നത്. അതെന്തുമാകട്ടെ, അതിനെപ്പറ്റിയൊന്നും നമുക്കിവിടെ വേവലാതിപ്പെടേണ്ടതില്ല. ഒരു കാര്യം സത്യമാണ്, അഥവാ ഇടതുപക്ഷം ഭൂരിപക്ഷത്തോടുകൂടി മിനിമം ഒരു 75 സീറ്റുകളിലെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50%-ലധികം ക്രെഡിറ്റ് സഖാവ് സ്വരാജിനുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട. സഖാവ് സ്വരാജ് ഈ പ്രചരണ കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പൊട്ടിച്ചൊരു വെടിയുടെ ആഘാതം UDF താങ്ങാൻ പറ്റാത്തതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വലിയൊരു തരംഗമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വയനാട് ഫണ്ടിൻ്റെ ആ കൊള്ള
വളരെ ഗംഭീരമായിട്ടും അതിനെ തുടർന്ന് ഒരു ഗാനം ഇവിടെ വൈറലായതും വലിയൊരു വിഷയം തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിനുള്ള ഒരു താക്കീതായി ഈ തരംഗം മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാനും മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. സഖാവ് സ്വരാജിനാണോ ക്രെഡിറ്റ്, വി.ഡി. സതീശനാണോ ക്രെഡിറ്റ് പോകുന്നത് എന്ന് നമുക്ക് മെയ് 4-ാം തീയതി അറിയാം. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടവരോ അവരും കൂടെ കമന്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.